ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നാഷണൽ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ എക്സസൈസ് ആൻഡ് വർക്ക്ഷോപ്പിന്റെ 11ാമത് എഡിഷന് കൊച്ചിയിൽ തുടക്കമായി. സമുദ്ര നിരീക്ഷണത്തിനും രക്ഷാപ്രവർത്തനത്തിനുമാണ് ശില്പശാലയിൽ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് പറഞ്ഞു. The analysis indicates a particularly concerning trend that has emerged. Movie cases occur kids, lifebuoy, etc. The lives lost. Correct. Enduring relationships that are vital for seamless coordination of numerous search and rescue operations involving Indian mariners in foreign waters. Since the establishment of the SAR network in India, a staggering 11,700 lives have been saved, wherein 189 lives have been rescued. വർക്ക്ഷോപ്പിന് മുന്നോടിയായി 22ാമത് നാഷണൽ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ ബോർഡ് യോഗം ചേർന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ എസ് പരമേശ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ത്രിദിന ശില്പശാലയുടെ ഭാഗമായി അഭ്യാസ പ്രകടനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും നടന്നു. ഇന്നത്തെ അഭ്യാസ പ്രകടനങ്ങളുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഇപ്പോൾ സുനിത് സുകുമാരൻ നമ്മോടൊപ്പം ചേരുകയാണ്. 24 പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിക്കുന്ന ഒരു രക്ഷാദൌത്യമാണ് നമ്മൾ അല്പസമയത്തിനുള്ളിൽ കാണാൻ പോകുന്നത്. ഈ ഒരു സാരക്സ് പരിപാടിയുടെ ഭാഗമായി കോസ്റ്റ് ഗാർഡ് അതോടൊപ്പം തന്നെ നേവി ഉൾപ്പെടെയുള്ളവയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു രക്ഷാദൌത്യം ആഴക്കടലിൽ സംഘടിപ്പിക്കുന്നത്. ഇതിൽ നേവിയുടെയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും അതോടൊപ്പം തന്നെ പ്ലെയിനുകളും ഹെലികോപ്റ്ററുകളും എല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് ആഴക്കടലിലേക്ക് പോകും. അവിടെയാണ് ഈ ഒരു രക്ഷാദൌത്യം അരങ്ങേറുക. എന്തായാലും കോസ്റ്റ് ഗാർഡിന്റെ ഫോർട്ട് കൊച്ചിയിലുള്ള ആസ്ഥാനത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നാണ് ഈ ഒരു കപ്പലിൽ മാധ്യമങ്ങളെ ഉൾപ്പെടെയുള്ളവരെ ഈ ഒരു ആഴക്കടലിലേക്ക് എത്തിക്കുന്നതും അവിടെ രക്ഷാപ്രവർത്തനം നമുക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതും. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ഫോർട്ട് കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് നിന്നും സുനിത് കുമാരൻ. കോസ്റ്റ് ഗാർഡിന്റെ ത്രിദിന ശില്പശാലയുടെ ഭാഗമായി അഭ്യാസ പ്രകടനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ നടന്നു. ഇന്നത്തെ അഭ്യാസ പ്രകടനങ്ങളുടെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും സുനിത് സുകുമാരൻ.